നമസ്കാരം, ഞാൻ നിപിൻ നിരവത്ത്. മാർച്ച് 8 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഇന്ത്യയിൽ എന്തിനാണ് വുമൻസ് ഡേ ആഘോഷിക്കുന്നത് എന്നാണ് ഈ വുമൻസ് ഡേയിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. അതിഥി ദേവോ ഭവ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇനി ഒരു ഇന്ത്യക്കാരനും ആ സ്ലോഗൻ ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യയിൽ നടന്നൊരു സംഭവം കാരണം ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ ഇന്ത്യ നാണം കെട്ടി നിൽക്കുകയാണ്. ഇന്ത്യ കാണാനായി തൻ്റെ ഭർത്താവിനോടൊപ്പം എത്തിയ ഒരു വിദേശ വനിത 7 പേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത വാർത്ത കുറേയധികം പേരെങ്കിലും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടാവും. ഇരുചക്ര വാഹനത്തിലുള്ള ലോകസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോഗേഴ്സായ സ്പാനിഷ് യുവാവും അദ്ദേഹത്തിൻ്റെ പങ്കാളിയും കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ഝാർഖണ്ഡിലെത്തിയ അവർക്ക് തങ്ങാൻ അടുത്തൊന്നും ഒരു ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അവർ രാത്രിയിൽ തങ്ങാനായിട്ടൊരു ടെൻറ്റ് ഒരുക്കുന്നു. അവിടെ വെച്ചാണ് ആക്രമണം നടന്നത്. അക്രമി സംഘം യുവതിയെയും പങ്കാളിയെയും സംഘം ചേർന്ന് ആക്രമിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയും യുവതിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അക്രമിയുടെ ലക്ഷ്യം മോഷണമായിരുന്നില്ല, തന്നെ ഉപദ്രവിക്കുക എന്നത് തന്നെയായിരുന്നുവെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. 5 വർഷം കൊണ്ട് 63 രാജ്യങ്ങളിലൂടെ 1.5 ലക്ഷത്തോളം കിലോമീറ്റർ ബൈക്കിൽ പര്യടനം നടത്തിയവരാണ് ഈ സഞ്ചാരികൾ. പലപ്പോഴും ചെറിയ മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മോശമായ അനുഭവം ഒരിടത്തിൽ നിന്ന് പോലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അവർ പോലീസിനോട് പറഞ്ഞു. തനിക്ക് ഇത്രയൊക്കെ ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടും ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചിട്ട് ആ യുവതി മോശമായി ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ അതിന് കുറ്റപ്പെടുത്തരുതെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ സംഭവത്തിലൂടെ ഇന്ത്യ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്തൊരു രാജ്യമാണെന്നാണ് ലോകത്തിനു മുമ്പിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന പച്ചക്കള്ളം പറയുന്ന മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഉയർന്ന അവകാശവാദങ്ങൾക്കിടയിലും സ്ത്രീകൾക്കെതിരായ ക്രൂരതകൾ, കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ എന്നും വലിയ ആശങ്കയായിട്ട് തുടരുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ സ്ത്രീയും ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു പുരുഷൻ എന്ന രീതിയിൽ ഞാൻ അതിനെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റങ്ങൾ ഓരോ മണിക്കൂറിലും 51 FIRകളാണ് ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഔദ്യോഗികമായ കണക്ക്. FIR ഇല്ലാത്ത കേസുകൾ വേറെയുമുണ്ട്. മണിപ്പൂരിൽ 2 കുക്കി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയതും അതിൻ്റെ വീഡിയോ പ്രചരിച്ചതും എല്ലാവർക്കും അറിയാം. പീഡനങ്ങളുടെ ഫലമായിട്ട് കുറേ നിർഭയമാരെ ഉണ്ടാക്കുക എന്നതല്ലാതെ നീതി ഉറപ്പാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. എല്ലാ നാട്ടിലും സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയുമധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാലാകാലങ്ങളായി പുരുഷന്മാർ അനുഭവിച്ചു വരുന്നൊരു പ്രിവിലേജ് ഉണ്ട്. അത് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ അടിമയാണ്, സ്ത്രീ ചരക്കാണ്, സ്ത്രീ ശരീരം എന്നത് കാമം മാത്രമാണ്, സ്ത്രീ എന്നത് വ്യക്തിയല്ല, സ്ത്രീ എന്നത് അവൻ്റെ കാമം തീർക്കാനുള്ള ഉപകരണമാണെന്ന്. സ്ത്രീയുടെ കാല്, മാറ്, തുട, വയറ്, അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ, ഇതൊക്കെ എപ്പോഴും ചർച്ചയാവുന്നുണ്ട്. പൊതുവിടങ്ങളിലും തൊഴിലിടങ്ങളിലും സ്ത്രീ പാലിക്കേണ്ട വസ്ത്രമര്യാദകളെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് പുരുഷന്മാരെ. എന്നാൽ ഇപ്പോഴും പുരുഷ ശരീരം എവിടെയും ചർച്ചയാകുന്നില്ല. പുരുഷൻ്റെ നഗ്നമായ നെഞ്ചും തുടയും വയറും കാലുമൊന്നും ആരെയും അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അവന് പൊതുവിടങ്ങളിലും വീടിനുള്ളിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, വേണമെങ്കിൽ അതൊക്കെ ഊരിക്കളഞ്ഞ് കാറ്റുകൊണ്ട് നടക്കാം. സമൂഹത്തിന് അതിലൊന്നും ഒരു അസ്വാഭാവികതയും തോന്നാറില്ല. പുരുഷ ശരീരത്തിൽ ആരും ലൈംഗികത കാണുന്നുമില്ല. പക്ഷേ പെൺശരീരം ജന്മം മുഴുവൻ ലൈംഗികതയുടെ ഭാരം പേറി നടക്കേണ്ടി വരുന്നു. അതാണ് സത്യം. സ്ത്രീ ശരീരത്തെ ലൈംഗിക വസ്തു മാത്രമായി പുരുഷൻ കാണാൻ കഴിയുന്നതും ഇതുകൊണ്ടാണ്. ആദിമകാലത്തെ മനുഷ്യന് സ്ത്രീ വസ്ത്രം അണിഞ്ഞാലും ഇല്ലെങ്കിലും അവളെ അമ്മയായും സഹോദരിയായും വ്യക്തിയായും കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ കണ്ടീഷനിങ് എന്നൊന്നുണ്ടായി. ഒരു ഗംഭീരമായൊരു പഠനമുണ്ട്. ഇവാൻ പൗലോ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ ഒരിക്കലൊരു പരീക്ഷണം നടത്തി. അദ്ദേഹം തൻ്റെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ബെല്ലടിക്കും. ഭക്ഷണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടിയുടെ വായിൽ വെള്ളമൂറും. ബെല്ലടിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കൊടുക്കുക എന്ന രീതി കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം തുടർന്നു. അതിനുശേഷം ഭക്ഷണമില്ലെങ്കിലും ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ നിന്ന് വെള്ളമൂറുമെന്ന സ്ഥിതി വന്നു. ഈ ഒരു കണ്ടീഷനിങ് തന്നെയാണ് പുരുഷൻ്റെ മനസ്സിലും സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ നഗ്നത, സെക്സ് എന്നൊരു ബന്ധം പുരുഷൻ്റെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. ലൈംഗികതയുടെ സമയത്ത് മാത്രമാണ് സ്ത്രീയുടെ നഗ്നത പുരുഷൻ കാണുന്നത്. ഭക്ഷണത്തിൻ്റെ സമയത്ത് മാത്രമാണ് പട്ടി ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ. ഒരു പെൺകുട്ടി സ്ലീവ്ലെസ് ഇട്ടാൽ അല്ലെങ്കിൽ ബിക്കിനി ഇട്ടാൽ
അവൾ മോശക്കാരിയാണ്, അവൾക്ക് സെക്സിനോട് താല്പര്യമാണെന്നൊക്കെയുള്ള ചിന്തകൾ ഇത്തരം കണ്ടീഷനിൻ്റെ ഭാഗമല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി? പ്രതിവിധി ഒരു റിവേഴ്സ് കണ്ടീഷനിങ് മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ബെല്ലിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ വായിൽ വെള്ളമൂറും, എന്നാൽ ബെല്ലിനോടൊപ്പം ഭക്ഷണമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ബെല്ല് ഭക്ഷണം എന്ന ബന്ധം അതിൻ്റെ മനസ്സിൽ ഇല്ലാതാകുന്നു. അതായത് സ്ത്രീയുടെ നഗ്നത ലൈംഗികതയുമായി ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യങ്ങളിലും പുരുഷൻ കാണാൻ തുടങ്ങിയാൽ സ്ത്രീ, നഗ്നത, സെക്സ് എന്ന ബന്ധം അവൻ്റെ മനസ്സിൽ ഇല്ലാതാകുന്നു. റിവേഴ്സ് കണ്ടീഷനിങ്ങിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേട്ടാലും പട്ടിക്ക് സെലേഷൻ ഉണ്ടാകാത്തതുപോലെ പുരുഷൻ സ്ത്രീയുടെ മാരടമോ മറ്റ് ശരീരഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ടാലും ലൈംഗിക വികാരം ഉണ്ടാകാത്ത അവസ്ഥ വരും. പിന്നെ അവന് ആ ലൈംഗികം ആസ്വദിക്കണമെങ്കിൽ സ്നേഹമോ പ്രണയമോ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെൺവാണിഭവും ബലാത്സംഗവും വേശ്യാസന്ദർശനവും എല്ലാം കുറയുകയും ചെയ്യും. സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ മാത്രമല്ല, അവളുടെ ശരീരഭാഷയും സ്പർശനവും എല്ലാം നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ലൈംഗിക ചിന്തകൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ കാരണവും ഈ തെറ്റായ കണ്ടീഷനിങ് തന്നെയാണ്. നമ്മളത് ആലോചിച്ച് നോക്കുക. ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി സ്വാഭാവികവും സ്വാതന്ത്ര്യവുമായ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അവനെ നമ്മൾ അനുവദിക്കാറില്ല. ലൈംഗികത എന്ന ചിന്ത ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സുകളിൽ കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്. പെൺകുട്ടികളെ തൊടുന്നതിൽ, അവരുടെ അടുത്തിരിക്കുന്നതിൽ എന്തോ ഒരു അരുതായ്മയുണ്ടെന്നൊരു ധാരണ അപ്പോൾ തന്നെ ഓരോ ആൺകുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാകിക്കിടക്കുന്നു. മറ്റൊരു ആൺകുട്ടിയെ കാണുന്ന സ്വാഭാവികതയോടെയോ സ്വാതന്ത്ര്യത്തോടെയോ ഒരു പെൺകുട്ടിയെ കാണരുതെന്നാണ് നമ്മൾ അവനെ പഠിപ്പിക്കുന്നത്. കുറച്ച് വലുതായി കഴിയുമ്പോൾ ആൺകുട്ടി അമ്മയുടെയോ സഹോദരിയുടെയോ കൂടെ പോലും കിടക്കരുതെന്ന അരുതായ്മ കൂടിയാവുമ്പോൾ സ്ത്രീയെ തൊട്ടാലുടൻ ലൈംഗികതയാണെന്നും സ്ത്രീ എന്നാൽ ഒരു ലൈംഗിക വസ്തുവാണെന്നും നമ്മൾ അവനെ പൂർണ്ണമായും വിശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. വളർന്ന് പുരുഷനായി തീരുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസവും വളരുന്നു. അരുതെന്ന് വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യം. ഒരു സ്ത്രീ ലൈംഗിക വസ്തുവാണെന്നും സ്ത്രീയെ തൊട്ടാൽ ലൈംഗികതയാണെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്ത്രീ ശരീരത്തെ കടന്നാക്രമിച്ചാലോ, വിലക്ക് വാങ്ങിയാലോ, ഒളിഞ്ഞു നോക്കിയോ ലൈംഗിക സൗന്ദര്യത്തെ നേടാൻ ശ്രമിക്കും. പീഡിപ്പിക്കുന്നവൻ്റെ അവയവം ചെത്തിക്കളഞ്ഞതുകൊണ്ടോ സ്ത്രീ സമത്വമെന്ന് ഘോരം ഘോരം പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരില്ല. അങ്ങനെ പുരുഷൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ കണ്ടീഷനെ ഇല്ലാതാക്കിയാൽ ഒരുവിധം മാറ്റങ്ങളുണ്ടാവും. അതിന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രതിവിധിയായിട്ടുള്ളത്. സ്ത്രീ ശരീരത്തിൻ്റെ അനാവശ്യമായ രഹസ്യാത്മകത ഒഴിവാക്കുക. സ്വാഭാവികമായ ആൺ പെൺ ഇടപെടലുകൾക്ക് അവസരമൊരുക്കുക. നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. കാരണം കാമസൂത്രയുടെ പാരമ്പര്യം ഉണ്ടായിട്ടും സെക്സ് എന്ന വാക്കിനെ പാപമായി കാണുന്ന നാടാണ് നമ്മുടേത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പറഞ്ഞെത്തും സദാചാര അളിയന്മാർ. ലൈംഗിക ദാരിദ്ര്യം തീർന്ന ഒരു ജനതയോട് മാത്രമേ കൺസെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പീഡനങ്ങൾ കുറയ്ക്കാൻ ആദ്യം ഈ കണ്ടീഷനിങ്ങും സെക്ഷൽ ഫ്രസ്ട്രേഷനുമൊക്കെ ഇല്ലാതാക്കണം. അമ്മയും സ്ത്രീയാണ്, മകളും സ്ത്രീയാണ്, സഹോദരിയും സ്ത്രീയാണ്, മുത്തശ്ശിയും സ്ത്രീയാണ്, ഭാര്യയും സ്ത്രീയാണ്, പഠിപ്പിച്ച അധ്യാപികയും സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീ ആണ് എല്ലാം. സ്ത്രീ ഇല്ലാതെ ഈ ലോകവുമില്ല. ഇനിയുള്ള തലമുറയിലെങ്കിലും സ്ത്രീയെ ഒരു ശരീരമല്ലാതെ ഒരു വ്യക്തിയായി കാണാൻ സാധിക്കട്ടെ. ഹാപ്പി വുമൻസ് ഡേ.